ചോദിക്കുന്നവരെ ആ മുത്തുനബി തങ്ങളുടെ കോന്തല പിടിച്ചിട്ട് ചോദിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് പരിഹാരമുള്ളത്. ആ ഹബീബായ തങ്ങളുടെ മദീനയുടെ ഉമ്മരത്തേക്ക് നമുക്കൊന്ന് ചേരാം. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഓരോ ദിവസങ്ങളും ചെന്നു ചേരുന്നത് കേവലം ഒരു വിഷയത്തിൻ്റെ പഠനത്തിലേക്കല്ല, ഏതെങ്കിലും ഒരു വിജ്ഞാനത്തിൻ്റെ കേവല പ്രസരണത്തിലേക്കല്ല. എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഓരോ ദിവസവും ഈ നഗരിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഖൽബിൽ ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള ബഹുമാനമൊന്ന് വർദ്ധിക്കണം, അവിടുത്തോടുള്ള സ്നേഹമൊന്ന് വർദ്ധിക്കണം. ചെല്ലുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള സ്വലാത്തൊന്ന് ഏറിക്കിട്ടണം. രാവും പകലും മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണേ. അവിടുത്തെ കടുക്കാനുള്ള ഏക വഴി അസ്സലാത്തു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. എവിടെയോ ഉള്ള ഒരാളെ കുറിച്ച് മറ്റെവിടെയോ നിന്നുകൊണ്ട് പറയുകയല്ല. ഈ നഗരി അവിടുന്ന് മദീനയിൽ കാണാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വിചാരങ്ങളും സ്വലാത്തുകളും മദീനയിൽ അറിയാം. അവിടുന്ന് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നൊരു മജ്ലിസായി ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനേ. ഹബീബായ മുത്തൊളി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ആദരവോടെ ചേർക്കപ്പെടുന്ന ഒരു മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഹലുൽ അസ്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ഖാലലി ശൈഖി, എന്നോട് എൻ്റെ ഉസ്താദ് പറയുകയാണ്, എൻ്റെ ഗുരുവര്യർ പറയാണ്, ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുമ്പോൾ ഞങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനെ പറയുന്നു, തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നു, സുബൈർ ബിനുൽ അവ്വാം തങ്ങളെ കുറിച്ച് പറയുന്നു, അതേ സ്വഹാബത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അതിനിടയിൽ സുബൈർ ബിനുൽ അവ്വാം തങ്ങളെ കുറിച്ചുള്ള ചില പ്രയോഗങ്ങൾ, അത്ര ഭംഗിയല്ലാത്ത പ്രയോഗങ്ങൾ സുബൈർ ബിനുൽ അവ്വാം തങ്ങളെ കുറിച്ച് വന്നുപോയി. അന്നു രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കിനാവ് കാണുകയാണ്. എന്തേ, ഒരു മൈതാനിയിൽ നിറയെ ആളുകളാണ്, നിറഞ്ഞ ജനങ്ങളുള്ള ഒരു മൈതാനിയാണ്. അതാ ചില ആളുകളുടെ ഉടൽ മനുഷ്യന്റെ ഉടലാണ്, ശിരസ് നായയുടെ ശിരസാണ്, കൈകൾ മുറിക്കപ്പെട്ടവരാണ്, കാലുകൾ മുറിക്കപ്പെട്ടവരുണ്ടതിൽ. അതുപോലെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇരു കൈകളും ഇരു കാലുകളും മുറിക്കപ്പെട്ട ഒരാളെ കാണുന്നു. അത്രമേൽ വിരൂപിയായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ ബേജാറായിപ്പോയി, ഹൈറാനിയത്തിലായിപ്പോയി, പരിഭ്രമിച്ചു പോയി. ഇതെന്തൊരു കാഴ്ചയാണ് കാണുന്നത്, ഇതെന്തൊരു കാഴ്ചയാണ് കിനാവിൽ വന്നിട്ടുള്ളത്. ഞാനാകെ വിരണ്ടു പോയി. ഇതാരാണ്, ഇത്ര വിരൂപിയായി ഇവിടെ നിൽക്കുന്നതാരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് കേട്ടു, അലി റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറഞ്ഞ ആളാണ്. ഓ മുഅ്മിനീങ്ങളെ, ഒരു സയ്യിദിനെയും കുറ്റം പറയാൻ പാടില്ല, ഒരു ആലിമിനെയും കുറ്റം പറയാൻ പാടില്ല, ഒരു വിശ്വാസിയെയും കുറ്റം പറയാൻ പാടില്ല, ഒരു മനുഷ്യനെയും അപരാധം പറയാൻ പാടില്ല. ഈ ലോകത്ത് നല്ലതേ നന്മയെ പറയാൻ പാടുള്ളേ. ആലിമീങ്ങളെ പറയുമ്പോൾ സാധാരണക്കാരെ പറയും പോലെയല്ല, അത് പ്രത്യേകം ഓർമ്മ വേണം. ആലിമീങ്ങളെ പറയുമ്പോൾ അത് സാധാരണക്കാരെ പറയും പോലെയല്ല. കാരണം നിങ്ങളവരെ കുറ്റം പറയുമ്പോൾ ഒരു പക്ഷേ അവർ ദിക്റിലായിരിക്കാം, അവർ ഇബാദത്തിലായിരിക്കാം, അവർ ദർസിലായിരിക്കാം, അവർ വഅദിലായിരിക്കാം, അവർ ഇൽമു കൊണ്ട് ജോലിയായിരിക്കാം. ആലിമീങ്ങളെ അത് സോഷ്യൽ മീഡിയയിലും കുറ്റം പറയാൻ പാടില്ല, ഒന്നിലും പറയാൻ പാടില്ല.
ആലിമീങ്ങളുടെ പച്ചമാംസം കുത്തിവലിക്കുന്നത് വിനോദമായി കാണുന്നവരുണ്ട്. ഓ ജനങ്ങളെ, നമ്മൾ നമ്മുടെ കാര്യം ആലോചിച്ചു നോക്കണം. ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആഖിറത്തിലേക്ക് ഞാൻ വല്ലതും കരുതി വച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ അമലുകളുണ്ടോ? എൻ്റെ നിസ്കാരം റെഡിയാണോ? എൻ്റെ വാക്ക് റെഡിയാണോ? എൻ്റെ നീക്ക് റെഡിയാണോ? എൻ്റെ പോക്ക് റെഡിയാണോ? എൻ്റെ നടപടി റെഡിയാണോ? ഞാൻ നാളെ അള്ളാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടേണ്ടവനാണ് എന്ന ആലോചന വേണം. നമ്മൾ ഇന്നലെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെ പിറകിൽ ഒരു വീട്ടിൽ ഒരു ജനാസ കിടക്കുകയാണ്. മെനിങ്ങാന്ന് ജീവനോടെ ഇവിടെ ഇരുന്നൊരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഞങ്ങൾ ഇവിടെ നിന്ന് ഈ മജ്‌ലിസ് കഴിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ ജനാസ സന്ദർശിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ നമ്മളെല്ലാം ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഇവിടുന്ന് യാത്രയാവുക എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ വിളി എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നാം ആരെയും അപരാധം പറയാൻ നിൽക്കരുത്. ആരുടെയും ന്യൂനതകൾ തേടി നടക്കാൻ പാടില്ല. അതേ, ഇത്ര വിരൂപിയായി കണ്ട ആളാരാണ്? ഞാനൊന്ന് ചോദിച്ചു നോക്കിയപ്പോൾ മറ്റാരുമല്ല, അലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച ആളാണ്. ഞാനങ്ങനെ മറ്റൊരു വാതിലിലൂടെ ഒരു റൂമിലേക്ക്, ഒരു അകത്തളത്തിലേക്ക് പ്രവേശിച്ചു. അതാ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ നടുവിൽ ഇരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ രാജ് കോ താജ് കോ റോമണ്ടൽ ഓജൽ